ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായിട്ട് വീഡിയോസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇതിൽ പിക്സൽ ടാപ്പ് ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു. പലരും ഇതിൽ ജോയിൻ ചെയ്തു, മൈൻ ചെയ്തു. അപ്പോൾ പലരും വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം ഒരു റിക്വസ്റ്റ് കണ്ടത് അതിൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നോർമലായിട്ടുള്ള ടാസ്കുകൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ വെബ്3 ബൈബിറ്റിൻ്റെ വെബ്3 വാലറ്റിലും ഒരു നമ്മുടെ ഗീവ് അവേ നടക്കുന്നുണ്ട്. അതിലും പലർക്കും പല കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഡെയിലി ക്ലെയിം ചെയ്യാനുള്ള എല്ലാവർക്കും അറിയാം. ഈ കാണുന്ന ഇത് നേരെ ഇവിടേക്ക് പോകും, അതൊന്നാണ്. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണുന്ന ഈ ഒരു ഫൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിലും നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ഇവിടെ കാണുന്ന ഈ ഫൈറ്റ് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയാലും ഇതുപോലെ ആണ് വരുന്നത്. ഓക്കെ, ഇത് 2 പേര് വരും. അപ്പോൾ ഇതിൽ ഇപ്പോൾ കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്ന ഈ റൗണ്ട് ഇവിടെ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഓരോ റൗണ്ട് ഇങ്ങനെ കാണുന്നത് മാറി മാറി വരും. ഇതുപോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അല്പം സ്പീഡായിട്ട് ക്ലിക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത് ഒരു സ്ട്രൈക്ക് റേറ്റ് സ്കോർ ഇതുപോലെ വരും. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് ഇതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഇതിൽ ജയിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും ഇതുപോലെ നല്ല സ്പീഡിൽ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളിത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കി ചെയ്യുക. നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാം വിജയിച്ചോ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാൻ കഴിയും. ഫാസ്റ്റായിട്ട് ഇത് ചെയ്യാൻ കഴിയുന്നുള്ളവർ മാത്രം ഇത് ട്രൈ ചെയ്യുക. ഇല്ലാത്തവർ ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ള ഇത് നഷ്ടപ്പെടും. ഇതിപ്പോൾ ഞാൻ ആൾറെഡി ഇതിപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് കോയിൻസ് ലോസായി. കാരണം എന്തോ അല്പം സ്പീഡ് കുറവ് എന്തോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നുള്ളവർ മാത്രം ഇത് ട്രൈ ചെയ്യുക. ഞാനിത് എക്സിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ടുള്ള നമ്മുടെ ഡെയിലി റിവാർഡുണ്ട്. ഡെയിലി റിവാർഡ് ഇവിടെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഓരോ ദിവസവും ഇത് ക്ലെയിം ചെയ്യുക. ഓക്കെ, ഇത് കൺഫേം നമുക്ക് ലിസ്റ്റായി നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു ഡെയിലി കോംബോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇത് ഡെയിലി കോംബോ എന്ന് പറയുന്നത് ഇതിപ്പം ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇവിടെ എന്താണ് ഡെയിലി കോംബോ. ഇവിടെ പറയുന്നത് ഈ കാണുന്ന ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 25% കിട്ടും. അതുപോലെ തന്നെ ഈ കാണുന്ന ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10% കിട്ടും. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ആകും, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ആകും. അപ്പോൾ ഇത്രയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഡെയിലി കോംബോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇവിടെ ഇതിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇത് ഇവിടെ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ഈ കാണുന്ന ഇതിങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇതിങ്ങനെ കൊടുത്തതിന് ശേഷം ഇതിൽ 4 കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇത്രയും റിവാർഡ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരെണ്ണമേ കറക്റ്റായിട്ടുള്ളൂ, ബാക്കി ഇത് തെറ്റാണ്. അപ്പോൾ എങ്കിലും കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഈ ടാസ്ക് എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോയിൻസ് കിട്ടും. അപ്പോൾ ഇതിൽ ബൈബിറ്റിലേക്ക് നമുക്ക് പോകാം. ബൈബിറ്റ് എക്സ്ചേഞ്ച് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് വെബ്3 ഓപ്പൺ ചെയ്യുക. വെബ്3 ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഗീവ് അവേയിൽ നമ്മൾ ആൾറെഡി ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആണ് എന്ന് കാണിക്കുന്നുവെങ്കിലും ഇവിടെ വന്നിട്ട് പെൻഡിങ് എയർ ഡ്രോപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തന്നെ ഈ മൂന്നാമത് എഡിറ്റ് യുവർ പ്രൊഫൈൽ ആൻഡ് കളക്ട് 1000 PIX കോയിൻ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയാലും ഇവിടെ എത്തീലിയം ഇത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ കാണുന്ന ഈ പ്രൊഫൈൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ആയിരിക്കില്ല കാണേണ്ടത്. നിങ്ങളുടെ പേരൊക്കെ കൊടുക്കുക. പേര് കറക്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഒരു ബയോഡാറ്റ ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ബയോഡാറ്റ, നിങ്ങളുടെ മെയിൽ ID ഇതെല്ലാം കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ റെഫറൽ കോഡൊന്നും കൊടുത്തിട്ട് റെഫറൽ കോഡ് ഒന്നുകൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് റെഫറൽ എനിക്കിവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. റെഫറൽ കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മേളിൽ ലെഫ്റ്റ് സൈഡിൽ 2 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഈ പെറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെയും കുറച്ച് ടാസ്കുകൾ നമുക്ക് ചെയ്യാനുണ്ട്.
ഇവിടെ ഡെയിലി നിങ്ങൾ ഈ ഫീഡ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോയിൻസ് എല്ലാ ദിവസവും കണക്റ്റ് ആവും. ഞാൻ ആൾറെഡി ഇതിപ്പോൾ ഒരു 1-2 ദിവസമായിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിത് കളക്ട് ചെയ്യാൻ പറ്റാത്തത്. ചിലരൊക്കെ ഇതിൽ കൂടുതൽ കളക്ട് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിലൊക്കെ ഇങ്ങനെ ചാറ്റ് ചെയ്തവർ അവിടെ കുറച്ചുകൂടെ ഇത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാലറ്റ് കണക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ വന്നിട്ട് നമ്മുടെ ടോട്ടൽ പോയിൻറ്റ്സ് നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, ശേഷം വീണ്ടും നമുക്ക് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലെ 2 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഫൈറ്റ് വിത്ത് യൂസേഴ്സ് റിയൽ ടൈം ബാറ്റിൽസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കാണിച്ച ആ ഫൈറ്റ് യൂസേഴ്സിൻ്റെ ഇത് ചെയ്യുകയാണെങ്കിൽ 3000 PXI കോയിൻസ് ഇവിടെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫൈറ്റ് ഇതിലൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ടൈമുണ്ട്, അതുപോലെ സ്പീഡായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം അത് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ജോയിൻ ടെലഗ്രാം ചാനലിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1500 ഇത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിലിപ്പോൾ 0 ആണ് കാണിക്കുന്നത്. അതുപോലെ പിന്നെ കാണിക്കുന്നതാണ് ജോയിൻ പിക്സൽവേഴ്സ് ട്വിറ്റർ ഹാൻഡിൽ നമ്മൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ 0 ആണ് ഇവിടെ കാണിക്കുന്നത്. അത് പിന്നെ കാണിക്കുന്നതാണ് കംപ്ലീറ്റ് ടാസ്ക് ഓൺ ബൈബിറ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ പിക്സൽവേഴ്സ് 3K എയർ ഡ്രോപ്പ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഇവിടെ താഴെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ടാസ്ക് എന്തൊക്കെയാണ് ടാസ്ക്കാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ബൈബിറ്റിൻ്റെ കോമ്പറ്റീഷൻ പേജ് ഓപ്പൺ ചെയ്യുക, അതുപോലെ തന്നെ അത് ഫോളോ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, അക്കൗണ്ട് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഗോ ടു എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്ലോഡ് റിസൾട്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഇതിൻ്റെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തയക്കണം. അപ്പോൾ ഏതിൻ്റെയാണ് നമ്മളിത് ജോയിൻ ചെയ്തതും ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്തതും ബൈബിറ്റ് വാലറ്റ് കണക്ട് ചെയ്തത് ഇതിൻ്റെ എല്ലാം ഒരു സ്ക്രീൻഷോട്ട് ഓക്കെ ഇവിടെ പറയുന്നുണ്ട്. ടാസ്ക് യു നീഡ് അറ്റാച്ച് എ സ്ക്രീൻഷോട്ട് വിത്ത് കംപ്ലീറ്റ് സ്റ്റെപ്പ് ഫ്രം ബൈബിറ്റ് ദി ലിങ്ക് അബവ്. ഈ ലിങ്ക് വഴി നമ്മൾ ചെയ്തിട്ടുള്ള ഇതിൻ്റെ എല്ലാത്തിൻ്റെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഇവിടെ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡിൻ്റെ അത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. എൻ്റേത് ഇത് കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ടാണ് ഈ 50% ഇവിടെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇതിലും സെയിം ഇത് തന്നെ പറയുന്നത് സപ്പോർട്ട് ദ പിക്സൽവേഴ്സ് യുവർ സ്ക്രീൻഷോട്ട് ആൻഡ് കംപ്ലീറ്റ് ആക്ടിവിറ്റി. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇവിടെ ഏറ്റവും താഴെ കാണുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ദ പിക്സൽവേഴ്സ് ഇതിൻ്റെ യൂട്യൂബ് സെൻഡ് യുവർ സ്ക്രീൻഷോട്ട്. യൂട്യൂബ് വീഡിയോസ് നമ്മൾ കാണുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആകുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഈ സൊസൈറ്റി എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ നോക്കുക. ഇതിൻ്റെ ടാസ്കുകൾ എൻ്റെ കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, ടാസ്കുകൾ കംപ്ലീറ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മുടെ ബാക്കി ടോക്കൺസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. മടങ്ങി ബൈബിറ്റ് Web3 ഒന്നുകൂടെ മടങ്ങി പോകാം. ഇതിലിപ്പോൾ ഞാൻ എൻ്റെ 2 സ്ക്രീൻഷോട്ടും എടുത്തതിന് ശേഷം ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ പെൻഡിങ് എന്നാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സെക്കൻഡ് കാണുന്ന ഇതും അവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഞാൻ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും എൻ്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഇത് യൂട്യൂബിൽ പോയി ബൈബിറ്റ് ചാനൽ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ട്വിറ്ററിൻ്റെ പേജാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുക. ഡെയിലിയുള്ള പെറ്റ് കളക്ട് ചെയ്യാനുള്ളത് ഓപ്ഷൻ നിങ്ങൾ കളക്ട് ചെയ്യുക. ഇവിടെ വന്നതിന് ശേഷം ഈ കാണുന്ന ഇത് ചെയ്യുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. എല്ലാ ദിവസവും നമ്മൾ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ സ്ട്രൈക്ക് റേറ്റ് 1 കാണിക്കുന്നത്. ഡെയിലി നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ സ്ട്രൈക്ക് റേറ്റ് കൂടുന്നത്. നമുക്ക് നല്ലൊരു വിഡ്രോ ഇതിൽ കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതാണ് പിക്സൽ ടാപ്പിൻ്റെ ഫുള്ളി ഒരു അപ്ഡേറ്റ്. അപ്പോൾ വേറെ 1-2 അപ്ഡേറ്റുകളുണ്ടായിരുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ അത് കവർ ചെയ്യാം. വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.